ഹരി ഓം. ദശകം 7 ശ്ലോകം 6. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. പദങ്ങളൊന്ന് പിരിച്ചു നോക്കാം. നാനാ ദിവ്യ വധൂ ജനൈഹി അഭിവൃത, അതൊരു സമസ്ത പദമാണ്. നാനാ ദിവ്യ വധൂജനൈഹി പ്ലസ് അഭിവൃത. നാനാ ദിവ്യ വധൂജനൈരഭിവൃത. നാനാ ദിവ്യ വധൂജനൈരഭിവൃത. ജനൈഹി അഭിവൃത. അപ്പം ജനൈരഭിവൃത, അതാണ് ജനൈഹി. അവിടെ ഒരു വിസർഗമുണ്ട്. ആ വിസർഗം മാറി ര എന്നുള്ളൊരക്ഷരമാണ് അവിടെ ആ സന്ധി ചേർത്തിരിക്കുന്നത്. അവിടെ ഒരു സന്ധി വന്നു, അതാണ് അത് ര കൊണ്ടാണ് ചേർത്തിരിക്കുന്നത്. ജനൈരഭിവൃത. നാനാ ദിവ്യവധൂ ജനൈരഭിവൃത. വിദ്യുത് വിദ്യുത് ലതാ തുല്യയാ. നമ്മൾ വായിക്കുമ്പം വിദ്യുല്ലതാ തുല്യയാ, വിദ്യുത് ലതാ തുല്യയാ, വിദ്യുത് ലതാ തുല്യയ. അവിടെ ഒരു വിദ്യുല്ലതാ തുല്യയ ഇല്ല എന്നുള്ളൊരക്ഷരം കൊണ്ടാണ് അതിനെ ചേർത്തിരിക്കുന്നത്. വിദ്യുത് ലത എന്നുള്ളത് വിദ്യുല്ലത. വിദ്യുത് ലത, വിദ്യുല്ലത തുല്യയ. നാനാ ദിവ്യ വധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയ. വിദ്യുത് ലത തുല്യയ. വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ. വിശ്വ ഉന്മാദന, വിശ്വന്മാദന, വിശ്വോന്മാദന, വിശ്വോന്മാദന, വിശ്വ ഉന്മാദന ഹൃദ്യഗാത്രലതയാ. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ, അതും ഒരു സമസ്ത പദമാണ്. വിദ്യോതിതാശാന്തര, വിദ്യോതിത ആശാന്തര, വിദ്യോതിതാശാന്തര. അവിടെ വിദ്യോതിത വിദ്യോതിത ആശാന്തര. അത് അവിടെ വിദ്യോതിത കഴിഞ്ഞിട്ട് ആശാന്തര എന്ന് പറയുമ്പോഴത്തേന് അവിടെ തായിൽ ദീർഘം കൊടുത്ത് ആ വാക്കിനെ ആ പദത്തിനെ യോജിച്ച് വന്നിരിക്കുകയാണ്. വിദ്യോതിതാശാന്തര, വിദ്യോതിത ആശാന്തര. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തര. ത്വത്പാദാംബുജ സൗരഭൈകകുതുക. ത്വത് പാദ അംബുജ, ത്വത്പാദാംബുജ സൗരഭ ഏക, സൗരഭൈക, സൗരഭ ഏക, സൗരഭൈക. അവിടെ സൗരഭൈക ഒരുമിച്ച് വരുമ്പോൾ സൗരഭൈക, സൗരഭ ഏക. കുതുക ലക്ഷ്മീഹി സ്വയം ലക്ഷ്യതേ. ത്വത്പാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ, തത് തേ, തത്തേ പദം ദേഹി മേ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ. ത്വത്പാദാംബുജ സൗരഭൈകകുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ.
യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ശ്ലോകം 6 അന്വയവും അർത്ഥവും. നാനാദിവ്യവധൂജനൈഃ അഭിവൃത. നാനാദിവ്യവധൂജനൈഃ എന്നുവെച്ചാൽ അനേകം സ്ത്രീകൾ, അഭിവൃതാഹ ജനൈഹി എന്ന് പറഞ്ഞാൽ അവിടെ വിസർഗം വന്നിട്ടുണ്ട്. നാനാ ദിവ്യജനൈഹി എന്ന് വെച്ചാൽ അവിടെ പ്ലൂറലാണ്. അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ടും വിദ്യുല്ലതാതുല്യ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ, ആ മിന്നൽ കൊടി പോലുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ കോമള ശരീരം കൊണ്ട്, അത് വിദ്യുല്ലതാതുല്യ എന്ന് വെച്ചാൽ മിന്നൽ കൊടി പോലുള്ള വിശ്വന്മാദന ഹൃദ്യഗാത്രലതയാ, ആ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ കോമള ശരീരം കൊണ്ട്, ഗാത്രലതയ അതാണ് പറഞ്ഞ കോമള ശരീരം. വിദ്യോതിദാശാന്തര ലക്ഷ്മീഹി, ദിക്കെല്ലാം തിളങ്ങിക്കൊണ്ടും ആ ലക്ഷ്മീദേവി ത്വത്പാദാംബുജ സൗരഭൈക കുതുക, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തയായി യസ്മിൻ സ്വയം ലക്ഷ്യതേ, അവിടെ പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നു. വിസ്മനീയ ദിവ്യവിഭവം, അത് അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള തത്തേ പദം മേ ദേഹി, നിന്തിരുവടിയുടെ ആ ലോകം എനിക്കും നൽകണമേ. തത്തേ പദം മേ ദേഹി, മേ എനിക്കും നൽകണമേ. അപ്പം അവിടെ കാണുന്ന എന്താണ്? ആ ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി കാണാമെന്നാണ് ആ പറയുന്നത്. അതാണ് അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ മിന്നൽ കൊടി പോലുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ മനോഹരമായ ആ കോമള ശരീരം കൊണ്ട് ദിക്കെല്ലാം തിളങ്ങിക്കൊണ്ടും ലക്ഷ്മി ദേവി നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളുടെ ആ സൗരഭ്യത്തിൽ അത്യാസക്തയായി അവിടെ പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നു. ഈ അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള നിന്തിരുവടിയുടെ ആ ലോകം എനിക്കും നൽകണമേ. അപ്പം ലക്ഷ്മി ദേവി എന്ന് പറയുന്ന സമ്പത്തിൻ്റെ അതിദേവതയാണല്ലോ. അപ്പോൾ ആ സമ്പത്തിൻ്റെ അതിദേവതയായിട്ടുള്ള ആ ലക്ഷ്മി ദേവി മിന്നൽ കൊടി പോലെയാണ്. അപ്പോൾ ആ ഐശ്വര്യ ദേവത എവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല. ലക്ഷ്മി ദേവി ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നില്ല. എന്നാൽ വൈകുണ്ഠത്തിലെപ്പോഴും തന്നെ ലക്ഷ്മി ദേവിയെ കാണാം. അതിന് കാരണം എന്താ? ലക്ഷ്മി ദേവിക്ക് ഭഗവത് പാതാരവിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലുള്ള അത്യാസക്തി തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ.